നെക്സ്റ്റ് ടോപ്പിക് എയർ വെഡ്ജ് ആണ്. കൺസിഡർ ടു ഗ്ലാസ് പ്ലേറ്റ് G1 and G2 placed such that at one end they are in contact and at the other end they are slightly apart. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലാസ് പ്ലേറ്റ്, രണ്ട് ഗ്ലാസ് പ്ലേറ്റ് ഈ രീതിയിൽ പ്ലേസ് ചെയ്താൽ ഇതിനിടയ്ക്ക് നമുക്കൊരു വെഡ്ജ് ഷേപ്പിൽ എയർ ഫിലിം ഫോം ചെയ്യും. ആൻഡ് ദ തിക്നെസ് ഓഫ് ദി എയർ ഫിലിം ഇൻക്രീസസ് ഫ്രം ദ പോയിന്റ് ഓഫ് കോൺടാക്ട് ടു ദ അതർ എൻഡ്. ഈ തിക്നെസ് ഇൻക്രീസ് ചെയ്യാണ് ഇങ്ങോട്ട് പോകും തോറും. ഓക്കെ, ദെൻ ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റാണ് നമ്മൾ അടുത്ത വരയ്ക്കേണ്ടത്. കൺസിഡർ നോക്കൂ, കൺസിഡർ എ മോണോക്രോമാറ്റിക് സോഴ്സ് ഓഫ് ലൈറ്റ് എസ്. കൺസിഡർ എ മോണോക്രോമാറ്റിക് സോഴ്സ് ഓഫ് ലൈറ്റ് എസ്. ഈ ലെൻസ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ ലൈറ്റിനെ പാരലാക്കി മാറ്റുന്നു. ദെൻ ഈ ലൈറ്റ് ഈ 45 ഡിഗ്രിയിലിരിക്കുന്ന ഗ്ലാസ് പ്ലേറ്റിൽ തട്ടിയിട്ട് ഫിലിമിലേക്ക് നോർമലായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ആൻഡ് ഗെറ്റ് റിഫ്ലക്റ്റഡ് ബാക്ക് ആൻഡ് സൂപ്പർ ഇമ്പോസ് ആൻഡ് പ്രൊഡ്യൂസ് ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ്. ഈ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ബാൻഡുകൾ കിട്ടും. അപ്പോൾ ഈ വെഡ്ജ് ഷേപ്പിലുള്ള എയർ ഫിലിമിലേക്ക് നമ്മൾ ലൈറ്റിനെ ഫോളോ ചെയ്യുന്നു. സോഴ്സിൽ നിന്നുള്ള ലൈറ്റിനെ ലെൻസ് പാരലാക്കുന്നു. അത് ഇവിടെ വന്ന് തട്ടിയിട്ട് ഫിലിമിലേക്ക് നോർമലായിട്ട് വീഴുന്നു. ദെൻ ഇറ്റ് ഗെറ്റ് റിഫ്ലക്റ്റഡ് ബാക്ക് ആൻഡ് സൂപ്പർ ഇമ്പോസ് ആൻഡ് പ്രൊഡ്യൂസ് ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ്. ലുക്കിംഗ് ത്രൂ ദ മൈക്രോസ്കോപ്പ് എം വി ക്യാൻ സി ഓൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഹെഡിങ് എക്സ്പ്രഷൻ ഫോർ ബാൻഡ് വിഡ്ത്ത് ബീറ്റ. ബീറ്റ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് അടുത്ത ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് സർഫസ് ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. കൺസിഡർ ടു സർഫസസ് ഓഫ് ദി ഗ്ലാസ് പ്ലേറ്റ്. ഹിയർ ഇറ്റ് ഈസ് OA ആൻഡ് OB. നമ്മൾ രണ്ട് തിക്നെസ് കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ ടു തിക്നെസ് PQ ആൻഡ് RS. PQ കറസ്പോണ്ട്സ് ടു nth ഡാർക്ക് ബാൻഡ്. PQ എന്ന് പറയുന്നത് nth ഡാർക്ക് ബാൻഡാണ്. RS കറസ്പോണ്ട് ടു n+1th ഡാർക്ക് ബാൻഡ്. അടുത്തടുത്തുള്ള രണ്ട് ഡാർക്ക് ബാൻഡ് കൺസിഡർ ചെയ്യുന്നു. കാര്യം ഇവർ തമ്മിലുള്ള സെപ്പറേഷനാണ് ബാൻഡ് വിഡ്ത്ത് ബീറ്റ. എന്നും n+1 എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള രണ്ട് ബാൻഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. നോക്കിക്കേ, ഈ രണ്ട് ബാൻഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് ബീറ്റ എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു നിയറസ്റ്റ് അല്ലെങ്കിൽ നിയർ ബൈ ബാൻഡ്സിനെയാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ദ തിക്നെസ് PQ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് L1 ഫ്രം O. ഇവിടെ നിന്ന് ഇത് L1 ഡിസ്റ്റൻസിലാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് L2 ഡിസ്റ്റൻസിലാണ്. PQ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് L1 ഫ്രം O ആൻഡ് RS ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് L2 ഫ്രം O. ഇവിടെ ആംഗിൾ തീറ്റ. ലൈറ്റ് ഇതിനകത്തേക്ക് ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ബീറ്റ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫിഗർ. അപ്പോൾ കൺസിഡർ ടു പോയിൻറ്റ്സ് PQ ആൻഡ് RS. PQ കറസ്പോണ്ട്സ് ടു nth ഡാർക്ക് ബാൻഡ് ആൻഡ് RS കറസ്പോണ്ട്സ് ടു n+1th ഡാർക്ക് ബാൻഡ്. തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഗ്ലാസ് പ്ലേറ്റ്. PQ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് L1 ഫ്രം O ആൻഡ് RS ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് L2 ഫ്രം O. ദെൻ ഹിയർ ഇറ്റ് ഈസ് ദ റിഫ്ലക്റ്റഡ് സിസ്റ്റം. ഇവിടെ ലൈറ്റ് ഇങ്ങനെയാണ് പോകുന്നത്, അതുകൊണ്ട് ഇത് റിഫ്ലക്റ്റഡ് സിസ്റ്റമാണ്. ഡാർക്കിൻ്റെ കണ്ടീഷനാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. ദെയർഫോർ ഇൻ റിഫ്ലക്റ്റഡ് സിസ്റ്റം ദ കണ്ടീഷൻ ഫോർ ഡാർക്ക് band is 2 mu t cos r is equal to n lambda. 2 mu t cos r is equal to n lambda. Here mu is equal to 1 ആണ്, cos r is equal to 1 ആണ്. ഇത് എയർ ഫിലിം ആയതുകൊണ്ട് ഇവിടെ cos mu 1 ആണ്. നോർമലായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുന്നത് കൊണ്ട് cos ആറിൻ്റെ വാല്യൂ 0 ആണ്. നോർമൽ ഇൻസിഡൻസ് ആയതുകൊണ്ട് ആറിൻ്റെ വാല്യൂ 0 ആണ്. നോർമലായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുന്ന കേസിൽ ആറിൻ്റെ വാല്യൂ 0 വരും. ദെയർഫോർ ഇതാ നോക്കിക്കേ, ഇവിടെ ലൈറ്റ് നോർമലായിട്ടാണ് ഫോളോ ചെയ്യുന്നത്. ദെയർഫോർ r is equal to 0, ദെയർഫോർ cos r is equal to 1. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തെഴുതി? മ്യൂവിൻ്റെ വാല്യൂ 1 എന്നും എഴുതി, കോസ് ആറിൻ്റെ വാല്യൂ. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാകും? 2t is equal to n lambda. 2t is equal to n lambda. ഇതിനെ നമ്മൾ രണ്ട് കേസായിട്ട് ചെയ്യാൻ പോവാണ്. ടിയുടെ അവിടെ രണ്ട് തിക്നെസ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. PQവും RSഉം രണ്ട് തിക്നെസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കുകയാണ് ഇവിടെ. 2PQ is equal to n lambda. 2RS is equal to n+1 into lambda. ടിയുടെ അവിടെ PQവും കൊടുത്തു, RSഉം കൊടുത്തു. ഓക്കെ, ദെൻ 2 ഇൻറ്റു PQ എന്ന് വെച്ചാൽ L1 തീറ്റയാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. 2L2 തീറ്റ ഇസ് ഈക്വൽ ടു n+1 ഇൻറ്റു ലാംഡ. ഒന്ന് L1 തീറ്റ, ഒന്ന് L2 തീറ്റ. ഇതിന് ഇക്വേഷൻ നമ്പർ 1, ഇതിന് ഇക്വേഷൻ നമ്പർ 2. 2 - 1 ചെയ്യുവാണേ. അപ്പോൾ 2L2 തീറ്റ മൈനസ് 2L1 തീറ്റ ഇസ് ഈക്വൽ ടു n+1 ഇൻറ്റു ലാംഡ മൈനസ് n ലാംഡ. 2 തീറ്റ കോമൺ എടുത്താൽ L2 - L1 ഇസ് ഈക്വൽ ടു n ലാംഡ, ബ്രാക്കറ്റ് മാറ്റുവാണ്, വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ എന്ന് വരും. ഓക്കെ, ഇതെന്ന് പറയുന്നത് ബീറ്റയാണ്. L2 - L1 ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. L2 - L1. അപ്പോൾ 2 തീറ്റ ബീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ എന്ന് വരും. ലാംഡ ഇസ് ഈക്വൽ ടു
ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ 2 തീറ്റ. ബീറ്റയുടെ ഇക്വേഷൻ ഇതാണ്. ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ 2 തീറ്റ. ഇനി ഇവിടെ എങ്ങനെയാണ് പി ക്യൂനും ആർ എസിനും പകരം L1? ഇവിടെ നോക്കിക്കേ, ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു, ഇവിടെ ആർക്ക് പി ക്യൂ ആണ്, റേഡിയസ് L1 ആണ്. അപ്പോൾ പി ക്യൂ എന്ത് വരും? L1 തീറ്റ. ഇതുപോലെയാണ് ആർ എസ് L2 തീറ്റയും വരുന്നത്. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. അപ്പോൾ ബീറ്റയുടെ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടി? ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2 തീറ്റ. ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2 തീറ്റ. ഇഫ് മ്യൂ ഇസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, മ്യൂ അതിനിടയ്ക്ക് നമ്മളൊരു മീഡിയം ഫില്ല് ചെയ്യുവാണെങ്കിൽ ബീറ്റയുടെ ഇക്വേഷൻ ലാംഡ ബൈ 2 മ്യൂ തീറ്റ എന്ന് വരും. ലാംഡയുടെ കൂടെ ഡിവൈഡ് ആയിട്ടാണ് മ്യൂ വരുന്നത്. ലാംഡയുടെ കൂടെ ഡിവൈഡ് ആയിട്ട് മ്യൂ വരും. കാര്യം 2 മ്യൂ ടി കോസ് ആർ ഇസ് ഈക്വൽ ടു എൻ ലാംഡ എന്നല്ലേ നമ്മൾ പഠിച്ചേക്കുന്ന ഇക്വേഷൻ. ഈ മ്യൂവിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ ലാംഡയുടെ ഡിവൈഡ് ആയിട്ടേ വരത്തുള്ളൂ എപ്പോഴും. മ്യൂവിൻ്റെ ഇക്വേഷൻ മ്യൂവിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ എൻ ലാംഡ ഡിവൈഡഡ് ബൈ മ്യൂ. അതുകൊണ്ട് നമ്മൾ എപ്പോൾ മ്യൂവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്താലും ലാംഡയുടെ കൂടെ ഡിവൈഡ് ആയിട്ടായിരിക്കും എഴുതുന്നത്. അപ്പോൾ ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2 മ്യൂ തീറ്റ. ദെൻ അടുത്ത് പറയാനുള്ള ടോപ്പിക്ക് എക്സ്പ്രഷൻ ഫോർ ഡയമീറ്റർ ഡി ഓഫ് എ തിൻ വയർ. ഇതിൻ്റെ ആപ്ലിക്കേഷനാണ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ. നോക്കിക്കേ, നമ്മുടെ കയ്യിലൊരു എയർ വെഡ്ജ് ഉണ്ട്. ഞാൻ ഈ വെഡ്ജിനെ ഇവിടെ ഒരു തിൻ വയർ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഡയമീറ്ററാണ് ഡി. ഇതെനിക്ക് കണ്ടുപിടിക്കണം. ഈ ഡയമീറ്റർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ആംഗിൾ തീറ്റ, ഈ ഡിസ്റ്റൻസ് എൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീറ്റ ഇസിക്കൽ ടു എന്തെന്ന് പറയാം? ആംഗിൾ ഇസിക്കൽ ടു ആർക്ക് ബൈ റേഡിയസ്. തീറ്റ ഇസിക്കൽ ടു ഡി ബൈ എൽ. അങ്ങനെയാണെങ്കിൽ ബീറ്റ ഇസിക്കൽ ടു ലാംഡ ബൈ 2 തീറ്റ എന്നല്ലേ ഇക്വേഷൻ എഴുതിയത്? അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ 2 ഇൻറ്റു ഡി ബൈ എൽ എന്ന് വരും. വിച്ച് ഇസിക്കൽ ടു ലാംഡ എൽ ബൈ 2 ഡി. ഡീനെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ ഡി ഇസിക്കൽ ടു ലാംഡ എൽ ബൈ 2 ബീറ്റ. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഡയമീറ്റർ ഡി ഓഫ് എ തിൻ വയർ. ഡി ഇസിക്കൽ ടു ലാംഡ എൽ ബൈ. അപ്പോൾ ഒരു തിൻ വയർ എടുക്കുന്നു, ഡയമീറ്റർ ഡി ആണ്. അതിനെ ഈ രീതിയിൽ സോൾവ് ചെയ്താൽ ഡിയുടെ ഇക്വേഷൻ കിട്ടും. ഇനി എക്സ്പെരിമെൻ്റലി ഹൗ വിൽ യു ഫൈൻഡ് ദ ഡയമീറ്റർ? എക്സ്പെരിമെൻ്റലി നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്കിങ്ങനെ കുറേ ബാൻഡുകൾ മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റും. ലുക്കിംഗ് ത്രൂ ദ മൈക്രോസ്കോപ്പിയം വി ഗെറ്റ് ദിസ് ടൈപ്പ് ഓഫ് ബാൻഡ്സ്. ഇതെല്ലാം ഡാർക്ക് ബാൻഡുകളാണ് ഞാൻ ഈ വരച്ചേക്കുന്നത്. ഫസ്റ്റ് റീഡിംഗ് കറസ്പോണ്ടിങ് ടു 1 ബാൻഡ് ഈസ് നോട്ടഡ്, ദാറ്റ് ഈസ് R1. തൊട്ടടുത്തത് എടുക്കുന്നില്ല. അടുത്തെടുത്തിട്ട് ഇത് മൈനസ് ചെയ്താൽ ബാൻഡ് വിഡ്ത്ത് കിട്ടിയേനെ. പക്ഷേ നമ്മൾ R1 ഇത് എടുക്കുന്നു. ആൻഡ് ദ റീഡിംഗ് കറസ്പോണ്ടിങ് ടു 20th ബാൻഡ്, ഒരു 20 എണ്ണം കഴിഞ്ഞ് ഇത് R2, 20 എണ്ണം കഴിഞ്ഞിട്ട് R2 എടുക്കുന്നു. ആൻഡ് ദ റീഡിംഗ് കറസ്പോണ്ടിങ് ടു 20th ബാൻഡ് ഈസ് നോട്ടഡ്. ദ റീഡിംഗ് കറസ്പോണ്ടിങ് ടു ഫസ്റ്റ് ബാൻഡ് ഈസ് നോട്ടഡ് ആൻഡ് ദ റീഡിംഗ് കറസ്പോണ്ടിങ് ടു 20th ബാൻഡ് ഈസ് നോട്ടഡ്. ദെൻ R2 മൈനസ് R1 ഗീവ്സ് ദ വിഡ്ത്ത് ഓഫ് 20 ബാൻഡ്സ്. 20 ബാൻഡ്സിൻ്റെ വിഡ്ത്താണ് ഇത് തരുന്നത്. ദെൻ ബാൻഡ് വിഡ്ത്ത് ബീറ്റ ഇസിക്കൽ ടു R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ 20. ബാൻഡ് വിഡ്ത്ത് ബീറ്റ കണ്ടുപിടിക്കണം എങ്ങനെയാണ്? R2 മൈനസ് R1 ഡിവൈഡ് ബൈ 20. അതുപോലെ നമുക്കിങ്ങനൊരു വെഡ്ജ് അവിടെ കാണും. ഈ എൻഡിൽ റീഡിംഗ് എടുക്കുന്നു R3, ഈ എൻഡിൽ റീഡിംഗ് എടുക്കുന്നു R4. ദെൻ R4 മൈനസ് R3 ഗീവ്സ് ദ ലെങ്ത് ഓഫ് ദി വെഡ്ജ്. അപ്പോൾ എല്ലും കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ. എല്ല് കണ്ടുപിടിക്കുന്നത് ഈ എൻഡിലും ഈ എൻഡിലും വെച്ച് റീഡിംഗ് എടുക്കുക, മൈനസ് ചെയ്യുക. അപ്പോൾ എല്ല് കണ്ടുപിടിച്ചു. ബീറ്റ ഇങ്ങനെ കണ്ടുപിടിച്ചു. ബീറ്റയും എല്ലും കണ്ടുപിടിച്ചു. ലാംഡ എന്ന് പറയുന്നത് ഗിവൺ ക്വാണ്ടിറ്റി ആണ്. ഇതെല്ലാം അറിയാമെന്നുണ്ടെങ്കിൽ ഡി ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദ ഇക്വേഷൻ ഡി ഈസ് ഈക്വൽ ടു ലാംഡ എൽ ബൈ 2 ബീറ്റ. ഇങ്ങനെയാണ് എക്സ്പെരിമെൻ്റലി വി ഹാവ് ടു ഫൈൻഡ് ദ ഡയമീറ്റർ ഡി ഓഫ് എ വയർ. ദെൻ ആപ്ലിക്കേഷൻ 2 എന്ന് പറയുന്നത് ടെസ്റ്റ് ദ സർഫസ്, പ്ലെയിൻനെസ് ഓഫ് എ സർഫസ്. ഒരു സർഫസ് പ്ലെയിൻ ആണോ ഫ്ലാറ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഗിവൺ സർഫസ് തന്നിട്ടുണ്ട്, ഒരു ഗ്ലാസ് പ്ലേറ്റ്. ഇങ്ങനൊരു ഗ്ലാസ് പ്ലേറ്റ് തന്നിട്ടുണ്ട്. ഇത് നിങ്ങളോട് ചോദിക്കുകയാണ് ഇത് സർഫസ് പ്ലെയിൻ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മളൊരു എയർ വെഡ്ജ് ഉണ്ടാക്കുക. ആൻഡ് എയർ വെഡ്ജ് ഈസ് ഫോംഡ് വിത്ത് ദ ടെസ്റ്റ് സർഫസ്. ഇതാണ് ടെസ്റ്റ് സർഫസ്. ഇത് സ്റ്റാൻഡേർഡ് ഗ്ലാസ് പ്ലേറ്റ്, പെർഫെക്റ്റ് ആയിട്ട് പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഗ്ലാസ് പ്ലേറ്റ്. എന്നിട്ട് നമ്മൾ ലൈറ്റിനെ ഇതിനകത്തേക്ക് ഫോളോ ചെയ്യിക്കുന്നു. ഇഫ് ദ പാറ്റേൺ ഒബ്റ്റൈൻഡ് ആർ ഇറഗുലർ ആൻഡ് ഡിസ്റ്റോർട്ടഡ്, നമുക്ക് കിട്ടുന്ന പാറ്റേൺ ഇറഗുലർ ആണ്, ഡിസ്റ്റോർട്ടഡ് ആണ് എന്നുണ്ടെങ്കിൽ, ഇഫ് ദ പാറ്റേൺ ഒബ്റ്റൈൻഡ് ഈസ് ഇറഗുലർ ഓർ ഡിസ്റ്റോർട്ടഡ് ദെൻ ദ സർഫസ് ഈസ് നോട്ട് പെർഫെക്റ്റ് പ്ലെയിൻ. ഇതെന്തല്ല? നോട്ട് പ്ലെയിൻ അല്ല. അപ്പോൾ ദ സർഫസ് ഈസ് പോളിഷ്ഡ്. ഇതിനെ പോളിഷ് ചെയ്തെടുക്കുക. ആൻഡ് ദ പ്രോസസ് ഈസ് റിപ്പീറ്റഡ് ടിൽ ദ ഡിസൈർഡ് ഡിഗ്രി ഓഫ് പ്ലെയിൻനെസ് ഈസ് അച്ചീവ്ഡ്. എത്രത്തോളം പ്ലെയിൻനെസ് ആവശ്യമുണ്ടോ അതുവരെ നമ്മൾ ഈ പ്രോസസ് റിപ്പീറ്റ്. അപ്പോൾ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ആ ഇറഗുലാരിറ്റി മാറി കിട്ടും, കുറച്ചും കൂടെ നല്ലൊരു പാറ്റേൺ കിട്ടും. കുറച്ചും കൂടെ നമ്മൾ മാറ്റി ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കൂടുതലായിട്ട്. അങ്ങനെ പാറ്റേൺ എപ്പോഴാണോ റെഗുലറായിട്ട് നല്ലൊരു പാറ്റേൺ ആയിട്ട് കിട്ടണേ ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റും ദ സർഫസ് ഈസ് എക്സാക്റ്റ് പ്ലെയിൻ. അപ്പോൾ
ഹൗ വിൽ യു ടെസ്റ്റ് ദ പ്ലെയിൻനെസ് ഓഫ് എ സർഫസ് എന്ന് ചോദിച്ചാൽ വി ഹാവ് ടു മേക്ക് ആൻ എയർ വെഡ്ജ് വിത്ത് ദ ടെസ്റ്റ് സർഫസ് ആൻഡ് ഒപ്റ്റിക്കലി സ്റ്റാൻഡേർഡ് ഗ്ലാസ് പ്ലേറ്റ്. ടെസ്റ്റ് സർഫസും സ്റ്റാൻഡേർഡ് ഗ്ലാസ് പ്ലേറ്റും വെച്ചിട്ട് നമ്മളൊരു എയർ വെഡ്ജ് ഫോം ചെയ്യുക. ആൻഡ് ലുക്കിംഗ് ത്രൂ ദ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ പാറ്റേൺ കാണാൻ പറ്റും. ഇഫ് ദ പാറ്റേൺ ഒബ്റ്റൈൻഡ് ആർ ഇറഗുലർ ആൻഡ് ഡിസ്റ്റോർട്ടഡ് ദെൻ ദ സർഫസ് ഈസ് നോട്ട് പ്ലെയിൻ. പാറ്റേൺ എക്സാക്റ്റ് ഇറഗുലർ ആണെങ്കിൽ സർഫസ് പ്ലെയിൻ അല്ല എന്നാണ്. അപ്പോൾ നമ്മളതിനെ പ്ലെയിൻ ആക്കുക, വീണ്ടും ഈ പ്രോസസ്സ് നോക്കുക. അപ്പോൾ കുറച്ചും കൂടെ പാറ്റേണിന് വ്യത്യാസം വരും. അങ്ങനെ ഈ പാറ്റേൺ എങ്ങനെയാണെന്ന് കണ്ടിട്ടാണ് നമ്മളിത് പ്ലെയിൻ ആണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതാണ് എയർ വെഡ്ജ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ.